നിനക്ക് എതിർപ്പുണ്ടോ? അമ്മേ, അത് എതിർപ്പുണ്ടോന്ന്? ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ഉണ്ടോ? ഇല്ല, എതിർപ്പില്ല. ഇത് നിന്റെ കുടുംബസ്വത്ത് വീതം വെക്കുന്ന എഗ്രിമെന്റ് അല്ല. സർ പ്ലീസ്. ഇത് ആനന്ദേട്ടനും ഞാനും പിന്നെ പ്രധാനമായും അഖി ശ്യാമയും അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത് വീതം വയ്ക്കില്ല. പിന്നെ എന്റെ മക്കൾക്ക് മാത്രമല്ല, അക്കാര്യത്തിൽ അഭിപ്രായം പറയാൻ നിനക്കും ഞാൻ സ്വാതന്ത്ര്യം തരുമായിരുന്നു. അത് മുമ്പ്, കുറച്ചു മുമ്പ് വരെ. മനസ്സിലായോ? അന്ന് നീ എന്റെ മരുമകളായിരുന്നില്ല, സ്വന്തം മകളായിരുന്നു. ഇപ്പൊ നീ ഈ വീട്ടിൽ ആരുമല്ല. എല്ലാവരാലും വെറുക്കപ്പെട്ടവളാ. വെറും അധികപ്പറ്റ്. ശ്യാമയുടെ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ പേരിൽ എന്ത് കാര്യത്തിനാ സ്വത്തെഴുതി വെക്കുന്നതെന്ന് മുമ്പേ ഞങ്ങൾ കുടുംബക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ ശ്രീകുട്ടിയുടെ കാര്യം ശരിയാ. എന്റെ കുഞ്ഞിന്റെ പേരിൽ 5 കോടി രൂപയുടെ സ്വത്തെഴുതി വെക്കുന്നുണ്ട്. അത് വെറുതെയല്ല, അവള് ഞങ്ങളുടെ കൊച്ചുമകളായതുകൊണ്ടാ. ശ്യാമയ്ക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനും എന്റെ ശ്രീകുട്ടി മോൾക്കും ആദിയുടെ മക്കൾക്കും അങ്ങനെ എന്റെ ആനന്ദേട്ടന്റെ കൊച്ചുമക്കൾക്കെല്ലാം സ്വത്ത് പ്രത്യേകം നൽകിയിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇഷ്ടം. എതിർക്കാൻ ആരാ ഉള്ളത്? പറയേ. നീ വാ, അവകാശം പറഞ്ഞു വാ. അരുണിൽ നിനക്ക് ജനിച്ച കുഞ്ഞുമായി അവകാശം പറയാൻ വാ. എന്നാ ആ കുഞ്ഞിന് ഞങ്ങൾ പ്രത്യേക പരിഗണന കൊടുക്കും. അതെങ്ങനെയാ? ഒരു കുഞ്ഞ് ജനിക്കണമെങ്കിൽ ഗർഭപാത്രമെങ്കിലും ഒരു അമ്മയ്ക്ക് വേണ്ടേ, അല്ലേ?